ചിരിച്ചോണ്ട് ചത്ത്. എന്താ ഓമയ്ക്കാൻ ചിപ്പുമ്പോ ചിരിക്കാൻ പാടില്ല. ഫേഷ്യല് ചെയ്ത് കണ്ണിനകത്ത് ഓമയ്ക്ക പോയി. ഇങ്ങനെ ദോശ ചുട്ടോണ്ട് നിന്നപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി, ഇഡലി പുഴുങ്ങിയാലോ? ആ ഹായ്. അയ്യോ, കണ്ടപ്പോളേ തൂക്കാൻ വേണ്ടി ഞാൻ കിടന്നു. അമ്മേ അമ്മയാണെ ഓമയ്ക്കാ ചെത്തുക. നമ്മൾ ഇന്നലെ പറിച്ച് വെച്ചല്ലേ, ഇന്നലെ എടുക്കാൻ സമയം കിട്ടിയില്ല, നമ്മളപ്പോൾ ഇന്നെടുത്തു. എന്തോ വെയിലാ, ഭയങ്കര വെയിൽ, കത്തുവാ തീ. അപ്പം വെയിലത്ത് ഓമയ്ക്ക നല്ല കഴിക്കാൻ. ഫ്രിഡ്ജിൽ വെച്ച്, അതുകൊണ്ട് നല്ല തണുപ്പുണ്ടല്ലേ. ചിരിച്ചോണ്ട് ചത്ത്. എന്താ ഓമയ്ക്കാൻ ചിപ്പുമ്പോ ചിരിക്കാൻ പാടില്ല. പഴയ ആൾക്കാർ വന്നു. പിങ്കി ഇനി ഇവിടെ ഇറങ്ങി തിന്നു. ഇത് ഇല്ലായിരിക്കും, അവളല്ല പൂരം ഉറക്കമായിരുന്നു. വെയിലായോണ്ട് ഭയങ്കര അണപ്പ, ചൂടായോണ്ട്. പെരക്കകത്ത് കയറ. ഓമയ്ക്ക ചെത്തിയിട്ട് അതിനെ കുളിപ്പിച്ചു കൊടുത്തു അമ്മ. നമ്മളിത് നടുകെ മുറിച്ച്, കുറച്ചുകൂടെ മുറിക്കണ്ടല്ലേ, വലിയതായിരുന്നു. അമ്മ കഴിക്കുക. നമ്മുടെ ഈ മുറ്റത്ത് ഇരിക്കുന്ന പർപ്പിൾ കളറാ അതിൻ്റെ കമ്പിൻ്റെ കളർ. ആ ഈയത്ത് നിൽക്കുന്ന ഒരു ഓമയുണ്ട്, അത് പക്ഷെ കൊള്ളൂല്ല. പച്ചവെള്ളത്തിൻ്റെ കൂട്ടല്ല. പകുതി എത്തിയാൽ മതിയായിരുന്നു. പകുതി എന്നിട്ട് ആ വെള്ള പേപ്പറും കൊണ്ട് കവർ ചെയ്ത് വെച്ചു. ഭയങ്കര മുഖത്തിനൊന്നല്ല. പപ്പായ ഫേഷ്യൽ. നല്ലതാ കേട്ടോ. ഇതൊക്കെ ഓരോരുത്തർ കാശ് കൊടുത്താൽ മേടിക്കുന്നല്ലേ. നമുക്ക് നാച്ചുറലായിട്ട് തിന്നാനുള്ളതുണ്ട്. ഇതൊക്കെ തിന്നാത്ത പറിക്കണമെന്ന് ഓർക്കുമ്പോൾ റെഡിയാക്കി വവ്വാലൊക്കെ വരും. ഇത് നമ്മൾ നോക്കി നിന്ന് പറിച്ചു വെച്ചു ഇന്നലെ. പപ്പ വരുന്നുണ്ട്. ഓക്കെ, അതുവഴിയല്ല, ഇതുവഴിയല്ല, അവിടെ ഇല്ലടാ മക്കളെ. അമ്മ കളിപ്പിക്കല്ല, ഇവിടുത്തെ വഴിയാ വരുന്നേ. ചക്കരെ ഇതുവഴിയാ വരുന്നത്, ഇതുവഴി. നീ ചിരിക്കണ്ട, വരുന്നുണ്ട്. അവൾ ആ അപ്പുറത്തെ വഴി കൂടെ നോക്കുന്നത് വേണ്ട, ആ റോഡിൻ്റെ അതുവഴി. അയ്യത്തടരയിലും പോകുന്ന നോക്കുന്നത്. ഓ ഇങ്ങോട്ട് വരാ. വാരിപ്പോ പറഞ്ഞു ഓമയ്ക്കുണ്ടത്. കൊട, ഓമിച്ചുണ്ട്, പാല്, ഓമയ്ക്കുണ്ട്. ഓമയ്ക്ക അയ്യോ, ഇതിപ്പോ പറഞ്ഞു പോലോ. അമ്മ ഓമയ്ക്കാ തന്നെന്ന്. ഓ അമ്മയാണേല് ഉള്ളിലേക്കും കൊടുത്തു തണുപ്പ്, മുഖത്തേക്കും കൊടുത്തു തണുപ്പ്, ഫേഷ്യൽ വിട്ടു. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യങ്ങളാണ് ഇതൊക്കെ. ഫേഷ്യല് ചെയ്ത് കണ്ണിനകത്ത് ഓമയ്ക്ക പോയി. കണ്ടത് പോയോ? കഴുകു പോയി. പോയല്ലേ ഈ സാമ്പാർ എടുത്തിട്ട്
ശരിയായോ? അപ്പം ഇന്ന് നമ്മൾ ഡിന്നറിന് വേണ്ടി ഒരു ഹെൽത്തി ഓട്സ് ദോശയാണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നമുക്ക് ഈ ഒരു ഓട്സ് ദോശ കഴിക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ 2 കപ്പ് ഓട്സാണ് ഇവിടെ എടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഓട്സ് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഓട്സ് ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് കുതിർക്കാൻ വേണ്ടി വെക്കാം. പിന്നെ അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ആ വെള്ളം കൂടെ ചേർത്താണ് നമ്മൾ ഇത് അടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കൊച്ചുള്ളി, 1 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണം, അതുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെയാണ് മാവ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. അങ്ങനെ ദോശയ്ക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ട് തുടങ്ങാം. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ദോശ നമുക്ക് ചുട്ട് കൊടുക്കാം. മേൽഭാഗമൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഓട്സ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഇതാണെങ്കിൽ സാമ്പാറിൻ്റെ കൂടോ തേങ്ങാ ചമ്മന്തിയുടെ കൂടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ദോശ ചുട്ടുകൊണ്ട് നിന്നപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി, ഇഡ്ഡലി പുഴുങ്ങിയാലോ? ഈ ഒരു ബാറ്റർ വെച്ച് ഇഡ്ഡലിയൂടെ ഉണ്ടാക്കി നോക്കാം. ഇച്ചിരി എണ്ണ തൂത്തിട്ട് ഒഴിക്കാം അല്ലേ? അടച്ചു കൊടുത്ത് ആവി വെച്ച് വേവിച്ചെടുക്കാം. ഇഡലി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. കുറച്ച് ചൂട് പോയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് ഇളകുന്നുണ്ടല്ലേ? സോഫ്റ്റാ. ടേസ്റ്റ് നമ്മൾ ഈ ദോശ കഴിച്ചതിൻ്റെ അതേ ടേസ്റ്റ്. ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ശരിക്കും പഞ്ഞി പോലെ. ഇത് കണ്ടോ, ഭയങ്കര സോഫ്റ്റ്. നമ്മളങ്ങനെ കഴിക്കാൻ വേണ്ടി ദോശയും സാമ്പാറും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇഡലിയുണ്ട്. ഓട്സ് ഇഡലി, ഓട്സ് ദോശ. അപ്പം ഓട്സ് ഇഡലി കഴിക്കുക. ഇഷ്ടപ്പെട്ടല്ലേ? ഞാനാണ് ദോശ കഴിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദോശ എടുത്തു. നല്ല കുറുകിയ സാമ്പാറാണ്. സാമ്പാറിൽ മുക്കി കഴിക്കാം. അടിപൊളി. ദോശ നല്ല സോഫ്റ്റാണ്. ഇപ്പം അടിപൊളിയാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. ഇപ്പം എല്ലാവരും ഇതേപോലെ ഓട്സ് ദോശയോ ഓട്സ് ഇഡലിയോ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. സാമ്പാറിൻ്റെ കൂടോ തേങ്ങാ ചമ്മന്തിയുടെ കൂടോ നമുക്കിത് കഴിക്കാം. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.